രാവിലെ സമയം 4:09. ഇത്രയും നേരത്തെ കുളിച്ചൊരുങ്ങി എങ്ങോട്ടേക്കാണ് പോണേന്നല്ലേ? ഇന്ന് വള്ളുവനാട്ടുകാർക്ക് നാരായണത്ത് ഭ്രാന്തിൻ്റെ ദിവസമാണ്. തുലാം 1. കേരളത്തിൻ്റെ ഐതിഹ്യത്തിൽ നിന്നും ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്ത പറയിപ്പെറ്റ് പന്തിരുകലത്തിലെ അത്രയധികം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നാരായണത്ത് ഭ്രാന്തൻ്റെ രായർനെല്ലൂർ മല കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്നാണ്. തുലാം 1 വളരെ പ്രധാനമാണ് രായർനെല്ലൂർ മല കയറുക എന്നുള്ളത്, പ്രത്യേകിച്ച് വള്ളുവനാട്ടുകാർക്ക്. വള്ളുവനാട്ടുകാർ മാത്രമല്ല, മറ്റു പല ഭാഗത്തു നിന്നുള്ളവരും ഇങ്ങോട്ട് എത്തിച്ചേരാറുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരികളും നടന്ന് ഈ മല കയറിയത് നിർമ്മിച്ചിട്ടുള്ള, അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെയാണ്. ഇതാണ് അതിന്റെ എൻട്രൻസ്. അവിടെ തന്നെ അവിടുത്തെ ടൈമിങ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റു ദിവസങ്ങളിൽ എങ്ങനെയാണ് സന്ദർശനം എനിക്ക് വലിയ ഐഡിയ ഇല്ല. വളരെ കുത്തനെയുള്ള പണി കഴിപ്പിച്ചിട്ടുള്ള സ്റ്റെപ്പുകളാണിത്. പക്ഷെ ശരിക്കുമുള്ള രീതിയിൽ പണ്ട് മുതലേ ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്ന വഴി ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അത് നമ്മൾ മല പിടിച്ച് തന്നെ കയറണം. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഈ ഒരു ഐതിഹ്യപ്രകാരമുള്ള വിശ്വാസം, നാരായണത്ത് ഭ്രാന്തൻ ഇങ്ങനെ കല്ലുരുട്ടി മലയുടെ മുകളിലെത്തി അവിടെ നിന്നും താഴേക്കിട്ട് പിന്നെയും കല്ലുരുട്ടി മലയുടെ മുകളിലേക്ക് വന്നിരുന്നു എന്നുള്ളതാണ്. ആശയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കക്ഷി പറയുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. 12 മക്കളെ പെറ്റുറങ്ങേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ.